അതിരപ്പള്ളി ഏഴാറ്റുമുഖത്തെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരിക്കുകയാണ്. മുന്നൂർപ്പള്ളിയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചിരിക്കുന്നു. വാൾപ്പാറ മുനിസ് ബസാറിലും കാട്ടാനക്കൂട്ടം ഇറങ്ങി കടകൾ തകർത്തിരിക്കുകയാണ്. ആദ്യം ദൃശ്യങ്ങൾ കാണാം. ജെയ്സൺ ചാമോളപ്പിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയതിന്റെയും കൃഷി നശിപ്പിച്ചതിന്റെയും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ ഒരേ സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള കൃഷിനാശം തന്നെ സംഭവിച്ചു എന്ന് വേണം കരുതാൻ. കാട്ടാനക്കൂട്ടം ഇപ്പോഴും ഈ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണോ? അതിരപ്പള്ളിയിൽ ഇത് തുടർച്ചയായി സംഭവിക്കുന്നുണ്ട്. തീർച്ചയായും സ്മൃതി, അതിരപ്പള്ളി വാഴച്ചാൽ മേഖല എന്ന് പറയുന്നത് കാട്ടാനകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. അത് വനത്തോട് ചേർന്ന പ്രദേശമാണെങ്കിൽ പോലും ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങി വരുന്നു. അവരുടെ കൃഷിയിടങ്ങൾ വലിയ തോതിൽ നശിപ്പിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് തുടർന്നു വരികയാണ്. നാം ഇത് നിരന്തരമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് കാട്ടാനക്കൂട്ടം എത്തി വൻതോതിൽ കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏകദേശം 100-ലധികം വാഴകളും കവുങ്ങും അതുപോലെ തന്നെ മറ്റു ഫലവൃക്ഷങ്ങളൊക്കെ നശിപ്പിക്കുന്ന സ്ഥിതിയുണ്ടായി. പിന്നീട് കാട്ടാനയെ തുരത്തുകയായിരുന്നു. ഇപ്പോൾ ഏഴാറ്റുമുഖം, അതിരപ്പള്ളിക്കടുത്ത് ഏഴാറ്റുമുഖം ഭാഗത്ത് ഇപ്പോൾ ആ പരിസരങ്ങളിൽ കാട്ടാനകളില്ല. അതേസമയം തന്നെ ഇന്ന് നഗരത്തിലാണ്, അതായത് വാൽപ്പാറ ടൗണിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടമാണ് അവിടുത്തെ 3 കടകളെ തകർത്തത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നാം കാണിച്ചത്. അതിനുശേഷം അത് പുൽമേടിൽ വന്ന് മേയുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നാം കാണിക്കുന്നത്. വലിയ തോതിൽ കാട്ടാനയും പുലിയൊക്കെ ഇറങ്ങുന്ന ഒരു പ്രദേശമായി വാൽപ്പാറയുടെ ടൗൺ തന്നെ മാറുന്നു. വലിയ രീതിയിൽ ജനസാന്ദ്രതയുള്ള മേഖലയാണ് വാൽപ്പാറ ടൗൺ എന്ന് പറയുന്നത്. അവിടേക്ക് കാട്ടാനക്കൂട്ടം എത്തുന്നു, പിന്നീട് കടകൾ തകർക്കുന്നു, പിന്നീട് മടങ്ങിപ്പോകുന്നു. പക്ഷേ പുലർച്ചെ സമയം ആയതുകൊണ്ട് തന്നെ മറ്റു ആളഭയം, മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒഴിവായുന്നത് മാത്രം ആശ്വാസം. പക്ഷേ അതേസമയം കാട്ടാനകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് അതിരപ്പള്ളിയും അതുപോലെ തന്നെ വാൽപ്പാറ മേഖലയൊക്കെ. സ്മൃതി. ശരി, ജേസൺ ചാവളപ്പിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.